കന്യാസുതനേ ദൈവകുമാര മണ്ണിൻ രക്ഷകനേ ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: മഗ്ദലക്കാരത്തി മറിയ വന്നു, താൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇങ്ങനെ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരോട് അറിയിച്ചു. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ അവനെക്കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. യേശുക്രിസ്തുവിൻ്റെ ശാരീരിക മരണത്തിലൂടെ തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവം നിരപ്പ് സാധിപ്പിച്ചു. ദൈവം മുമ്പാകെ നമ്മെ നിഷ്കളങ്കരും വിശുദ്ധരുമായി നിർത്തും. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം താൻ തൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോകുന്ന കാര്യം തൻ്റെ ശിഷ്യന്മാരോട് പറയുവാൻ മറിയോട് ആവശ്യപ്പെടുന്നു. സർവ്വ മാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അവനിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി സ്വർഗത്തിലേക്കുള്ള പാത അവൻ വെട്ടിത്തുറന്നിരിക്കുന്നു. ഇത് നമുക്കെത്രയോ സന്തോഷവും ഉറപ്പും നൽകുന്ന വാർത്തയാണ്. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ അർത്ഥം എന്താണ്? ക്രിസ്തു മരണത്തെ ജയിച്ചു എന്നുള്ളതാണ്. നിത്യമായ മരണത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ അവന് കഴിയും. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് അവൻ. അവനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് നിത്യമായ സ്വർഗത്തിന് അവകാശിയായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആ ഒരു നല്ല ഭാവിക്കായി അവനിൽ വിശ്വസിപ്പാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ?